1947 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ പടവുകൾ കയറിയ അതേ നാളിൽ മലയാള സിനിമയിൽ പ്രതീക്ഷയുടെ പൊൻതിരിനാളവുമായി ഇങ്ങ് ആലപ്പുഴ പാതിരപ്പള്ളിയിൽ ഒരു ഉദയസൂര്യൻ ഉദിക്കുകയുണ്ടായി. അനശ്വരന്മാരായ ഒരു പിടി മഹാരഥന്മാരുടെ കാൽപ്പാട് പതിഞ്ഞ മണ്ണിലൂടെ ഒരു യാത്ര. കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ ആയിരുന്ന ഉദയ 1947 ആലപ്പുഴയിലെ കയർ വ്യവസായിയായിരുന്ന കുഞ്ചാക്കോ മുതലാളിയും KV കോശിയും ചേർന്ന് കൊളുത്തിവിട്ട ആ ഉദയസൂര്യൻ്റെ തീനാളം കത്തിജ്വലിച്ച ആ പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ഏടുകൾ മാത്രം ശേഷിപ്പിച്ച് ഇന്നിൻ്റെ മണ്ണിൽ ഒരു പിടി ചാരമായി എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി മനസ്സിൻ്റെ കോണിൽ ഒരു വിങ്ങലായി ഈ മണ്ണിൽ അവശേഷിക്കുകയാണ്. ഒരു കാലത്ത് മലയാള സിനിമാ നിർമ്മാണമെന്നാൽ മദ്രാസ് പട്ടണമായിരുന്നു. മദ്രാസ് പട്ടണത്തിൽ മാത്രം ആശ്രയിച്ചിരുന്ന മലയാള സിനിമയുടെ വേരുകളെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ പാതിരാപ്പള്ളിയിൽ നട്ടു നനച്ചു വളർത്തി പുതിയ ചിറകിലേറി ഉയരങ്ങളിലേക്ക് പറക്കുവാൻ പഠിപ്പിച്ച ഉദയ സ്റ്റുഡിയോയുടെ വരവോടെ മദ്രാസിൽ നിന്നും മലയാള സിനിമ ഏറെക്കുറെ ഇവിടെ ചിത്രീകരണം ആരംഭിക്കുകയുണ്ടായി. 1949 വെള്ളി നക്ഷത്രം എന്ന മലയാള സിനിമയായിരുന്നു ഉദയയിൽ നിന്നും പുറത്തു വന്നതെങ്കിലും പരാജയത്തിന്റെ ഒരു പിടി ചാരത്തിൽ അത് ആഴ്ന്നുപോയി. നല്ല തങ്കയ്ക്കു ശേഷം 1951 ജീവിത നൗക പുറത്തു വരുന്നതോടെ ഉദയയുടെ പ്രതാപകാലത്തിന്റെ തേരോട്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട്. ജീവിത നൗകയ്ക്ക് ശേഷം ഉദയയുടെ വെള്ളി വെളിച്ചത്തിന് പകിട്ടേറിയ മറ്റൊരു ചിത്രമായിരുന്നു ഉമ്മ. 1960 പുറത്തിറങ്ങിയ ഉമ്മ എന്ന ചിത്രം പരാജയത്തിന്റെ കൈപ്പറിഞ്ഞു തുടങ്ങിയ കുഞ്ചാക്കോയ്ക്കും അനിയൻ അപ്പച്ചനും വിജയകാഹളത്തിന്റെ കുളമ്പടികൾ തന്നെയായിരുന്നു സമ്മാനിച്ചതും. 1961 പുറത്തിറങ്ങിയ ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിനു ശേഷം മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഏടുകൾ എന്നോണം പിന്നീട് അങ്ങോട്ട് വടക്കൻപാട്ട് ചിത്രങ്ങളുടെ ഒരു മഹാപ്രവാഹമായിരുന്നു ഉദയയിൽ നിന്നും പിറവിയെടുത്തത്. ആകാശത്ത് മഴവില്ല് കുലച്ചൊരു മട്ട കൊലച്ചിട്ടുണ്ട്. ആ കൊലയില് 5-6 തോട്ടമുള്ള നിറം നോട്ടം. പാലാട്ടുകോമൻ, ഉദയനന്റെ മകൻ, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട, തുമ്പോലാർച്ച, കണ്ണപ്പനുണ്ണി, പാലാട്ടു കുഞ്ഞിക്കണ്ണൻ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഈ മണ്ണിൽ പിറവിയെടുത്തു. അങ്ങനെ ചരിത്രമാകുന്ന ആകാശങ്ങളിലേക്ക് ഉദിക്കുകയായിരുന്നു ഉദയ. PK സാരംഗപാണി എന്ന ഈ മനുഷ്യന്റെ തൂലികയായിരുന്നു ഉദയ കഥകളുടെ ജീവനാടി. ഭൂമിയിൽ നിന്നു മുളച്ചുണ്ടായോ മാനത്തു നിന്നെങ്ങാൻ പൊട്ടി വീണു. ഉദയ പിന്നിട്ട വഴികളിലെ വിജയചിത്രങ്ങളുടെ അമരത്ത് പ്രവർത്തിച്ചിരുന്ന കഴിവുകൾ ഏറെ ഉണ്ടായിട്ടും വിസ്മരിക്കപ്പെട്ടു പോയ മറ്റൊരു വ്യക്തിത്വം ഉദയയുടെ പഴയ സംവിധായകൻ സ്റ്റാലിൻ ജോസ്. ഉദയയെക്കുറിച്ച് നല്ല സ്മരണകളാണ് എനിക്കുള്ളത്. കുഞ്ചാക്കോ ഒരു നല്ല കലാകാരനും നല്ലൊരു ബിസിനസ്മാനും ആയിരുന്നു. എങ്കിലും അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലുള്ളവരുടെ സഹായം അദ്ദേഹത്തിന് വേണ്ടിയിരുന്നു. ഉദയ സ്റ്റുഡിയോ കൊണ്ട് കുഞ്ചാക്കോ ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞാൽ മദ്രാസിനെ ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും ഉദയയിൽ തന്നെ ചെയ്യുക. അപ്പോൾ അതിനുള്ള സന്നാഹങ്ങൾ മുഴുക്ക ഒരുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ക്യാമറ വേണം, ട്രാക്ക് ആൻഡ് റോളി വേണം, സൗണ്ട് റൂം വേണം. അപ്പോൾ അതിന് സൗണ്ട് എക്യുപ്മെൻറ്റ്സ് അതിനായിട്ടൊരു പ്രത്യേക റൂം, അതിനൊക്കെ അതിൻ്റെ ടെക്നീഷ്യന്മാർ മുഴുവൻ മദ്രാസിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ലാബ് വേണം. അങ്ങനെ ഇവിടെ ഹാൻഡ് ലാബ് ഉണ്ടാക്കി. ഹാൻഡ് ലാബ് എന്ന് വെച്ചാൽ എല്ലാം കൈകൊണ്ട് തിരിക്കണം, മോട്ടറല്ല. കൈകൊണ്ട് ചുറ്റുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ഡെവലപ്പിംഗ് വളരെ സ്ലോയിലായതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് ഒന്നാം തരമായിരിക്കും. 2 ഫ്ലോറിനും പിന്നെ തിയേറ്റർ, ഡബ്ബിംഗ് തിയേറ്ററിനും എല്ലാം ഓലയാണ്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ എക്കോ വരികയില്ല. സൗണ്ട് കൂടുതൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഓല തുളച്ച് സൗണ്ട് പുറത്തോട്ട് പോയിക്കൊള്ളതിൻ്റെ ബേസ്. അപ്പോൾ ഏറ്റവും നല്ല സൗണ്ട് മലയാള സിനിമയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സൗണ്ട് റെക്കോർഡിങ് ഇതിൻ്റെ സൗകര്യം ഒന്നാമത്തത് ജയൻ്റെ അങ്ങാടി, രണ്ടാമത്തത് ലവ് ഇൻ സിംഗപ്പൂർ,
രണ്ടാമത്തത് ഞാൻ തന്നെ നവോദയയ്ക്ക് വേണ്ടി ചെയ്ത തീക്കടൽ, മൂന്നാമത്തെ ലവ് ഇൻ സിംഗപ്പൂർ, നാലാമത്തത് അമ്മയും മകളും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ കനകം സ്റ്റെല്ല എഴുതിയ രണ്ടാമത്തെ തിരക്കഥയാണ്. അങ്ങനെ ഞങ്ങൾ എഴുതിയ പിന്നെ മൂന്നാമത്തെ ഒരു തമിഴ് സിനിമ വന്നു. ചരിത്രമാകുന്ന ഉദയായുടെ ഏടുകളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ പ്രേം നസീർ എന്ന വലിയ മനുഷ്യൻ പകർന്നാടിയ ഏറെ വേഷങ്ങളും ഉദയായിൽ നിന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ പകുതിയിലേറെ സമയവും ചിലവിട്ടത് ഈ മണ്ണിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെയുണ്ടായിരുന്ന പ്രേം നസീർ കോട്ടേജും ഇന്ന് നശിക്കപ്പെട്ട് ഈ മണ്ണിനോട് ചേർന്നിരിക്കുന്നു. എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതി മുതൽ 10 വരെയോ 15 വരെയോ ആയിരിക്കും ഉദയയുടെ ഷൂട്ടിംഗ്. ഇത് മലയാള സിനിമാ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണം വെച്ചാൽ ഈ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ഈ 10 ദിവസം പ്രേം നസീറിൻ്റെ ഡേറ്റ് ഉദയ മേടിച്ചിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 20 ദിവസം കൊണ്ട് ബാക്കി എല്ലാ മലയാള സിനിമയിലും പ്രേം നസീർ അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉദയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിംഗ് തീർന്നാൽ നേരെ മദ്രാസിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ലാബ് ഡെവലപ്പ് ചെയ്തെന്ന് ഉടനെ എഡിറ്റിങ്, ഇതിനിടയ്ക്ക് പോകുന്ന നടീരന്മാരുടെ കയ്യിലൊക്കെ ഫിലിം കൊടുത്തു വിടും. അപ്പോൾ അവർ നേരെ അത് ലാബിലെത്തിക്കും. കാര്യം ഉദയക്ക് അവിടെ മദ്രാസിൽ ഓഫീസുണ്ട്, അവർ പോയി കളക്ട് ചെയ്തോളും. കളക്ട് ചെയ്ത് ലാബിലെത്തിക്കും. പ്രേം നസീറിൻ്റെ കൈ ഫ്ലൈറ്റ് വരെ ഫിലിം കൊണ്ടുപോകും. നടീരന്മാർക്ക് അവരഭിനയിച്ച ഫിലിം കൊണ്ടുപോകുന്ന അവരൊരു ഉത്തരവാദിത്വമാണ്. അവരതൊരു കുറവായിട്ടൊന്നും ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഉദയയുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ അന്ന് കിട്ടാവുന്ന ഏറ്റവും വിദഗ്ധരായ സാങ്കേതിക വിദഗ്ധരെ ഓർഗനൈസ് ചെയ്യുക. ഏറ്റവും നല്ല ക്യാമറാമാൻ, ഏറ്റവും നല്ല ഡാൻസ് മാസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള അത് അന്ന് ഫീൽഡിലുള്ള ഏറ്റവും പ്രഗത്ഭരായവരെ ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. അത് കാരണം സിനിമയ്ക്ക് എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകും. പിന്നെ വയലാർ ദേവരാജൻ, അങ്ങനെ സംഗീതത്തിൻ്റെ ആ ഒരു ടീം അതിങ്ങനെ വിജയിച്ച് തന്നെ ഇരുന്നു സമയത്തും. പിന്നെ നീലപ്പൊന്മാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടി സലിൽ ചൗധരിയെ കൊണ്ടുവന്നു. അപ്പോൾ സലിൽ ചൗധരിയും ഞാനുമായിട്ട് അന്ന് നല്ല ബന്ധമായിരുന്നു. ആ ബന്ധത്തിൻ്റെ അന്ന് സലിൽ ചൗധരിയുടെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ശ്യാമായിരുന്നു. അങ്ങനെ ശ്യാമുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ആ ബന്ധത്തിൻ്റെ പേരിൽ അമ്മയും മകൾക്കും ശ്യാമായിരുന്നു സംഗീതം ഇട്ട് എൻ്റെ സിനിമ. അത് എൻ്റെ സിനിമയെക്കുറിച്ച് ചെയ്യുന്ന അവർക്ക് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ഉദയയുടെ ഇത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാ വലിയ സാങ്കേതിക വിദ്യന്മാർ അന്ന് മലയാള സിനിമയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ നടീരന്മാരെ അവരെയും കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഉദയ എല്ലാത്തിൻ്റെ ഒരു മേൽക്കോയ്മ എപ്പോഴും സ്ഥാപിച്ചിരുന്നു. അത് ആ പടങ്ങൾക്ക് അതൊരു വിജയമായി. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന നടീരന്മാരെ എല്ലാവരെയും കാണിച്ച് ഉദയ അങ്ങനെ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി അതിനുണ്ടായിരുന്നു. ഉദയ ചിത്രങ്ങളുടെ ജീവനാഡിയായിരുന്ന ഭൂഗോളത്തിൻ്റെ മുകളിലിരുന്ന് നീട്ടിക്കൂവിയിരുന്ന പൂവൻ കോഴി, ആ ഭൂഗോളവും ഈ മണ്ണിൽ ആരുടെയൊക്കെയോ ശാപാസ്ത്രങ്ങളെ ഏറ്റുവാങ്ങി ഇവിടെ അവശേഷിക്കുകയാണ്. അല്ലിമലർക്കാവിലെ തിരുനടയിൽ മല്ലികപ്പൂവമ്പൻ വെച്ച മണിവിളക്കോ, ഓമല്ലൂർ കാട്ടിലെ തളിത്തത്തയോ, മാമംഗലം പൊന്നി. ഉദയയുടെ മറ്റൊരു ആകർഷണമായിരുന്ന ഒരുപാട് സിനിമാരംഗങ്ങളും ചിത്രീകരിച്ചിരുന്ന താമരക്കുളവും ഈ മണ്ണിൽ വിസ്മൃതിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. 1977 പുറത്തിറങ്ങിയ കണ്ണപ്പനുണ്ണിയായിരുന്നു കുഞ്ചാക്കോയുടെ അവസാന ചിത്രം. പക്ഷേ ആ ചിത്രം തിരശീലയിൽ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ കുഞ്ചാക്കോ എന്ന മനുഷ്യഹൃദയം ഈ ലോകം വിട്ട് പോയിരുന്നു. ഇന്ത്യയിൽ ആദ്യം പ്രോസസ്സ് ചെയ്ത 70mm സിനിമയാണ് പടയോട്ടം. അപ്പോൾ പലരും ചോദിക്കും, ഷോലയുടെയൊക്കെ ലാബ് വർക്കും എല്ലാം ഇംഗ്ലണ്ടിലായിരുന്നു, അതിൻ്റെ പ്രിൻ്റ് എടുത്തതും എല്ലാം. ഇവിടെ പ്രസാദ് ലാബ് മദ്രാസിൽ തുടങ്ങുമ്പോൾ നവോദയയുടെ എഗ്രിമെൻ്റാണ് ആദ്യത്തെ 70mm സിനിമ നവോദയയ്ക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായിരുന്ന ജിജോ തന്നെ നവോദയ അപ്പച്ചൻ്റെ മകനും ആയതുകൊണ്ട് അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. 8 മാസം ആണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയം. എന്നുവെച്ചാൽ 8 മാസം തുടർച്ചയായിട്ടല്ല, എല്ലാ മാസവും 1-ാം തീയതി മുതൽ ഒരു 10-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി വരെ എടുത്തിട്ട് പിന്നെ ബാക്കി സമയങ്ങൾ മുഴുക്കെ അടുത്ത ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതും എപ്പോഴും 10,000-2000 ആളുകളും 100 കണക്കിന് കുതിരയും, പിന്നെ അതുപോലെ തന്നെ എപ്പോഴും സെറ്റ് പൊളിക്കാനും ഇടാനും പെയിൻറ്റ് ചെയ്യാനും 1000കണക്കിന് ജോലിക്കാർ.
അവിടെ തറ മുഴുവൻ ഊരിയ ആണി കൊണ്ട് ഇങ്ങനെ അത് മുഴുക്കെ ഈ കാന്തം കൊണ്ടുവന്ന് അതൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ മാറ്റുകയായിരുന്നു. അല്ലെങ്കിൽ ആളുകളുടെ കാലിലൊക്കെ കുത്തിക്കുക. അതിന് മാത്രം ആണിയാണ് അവിടെ. സെറ്റ് പൊളിക്കുന്നതും സെറ്റ് റിപ്പയർ ചെയ്യുന്നതിൻ്റെയൊക്കെ അങ്ങനെ ഒരു ബൃഹത് സംരംഭമായിരുന്നു ഈ പടയോട്ടം. ഇവിടെയും തീരുന്നില്ല സ്റ്റാലിൻ ജോസ് എന്ന ഈ മനുഷ്യൻ്റെ സംഭാവനകൾ. നവതരംഗത്തിന് തുടക്കമിട്ട ഓളവും തീരവും എന്ന ചിത്രത്തിൻ്റെ സഹസംവിധാനം, ആദ്യത്തെ 70mm ചിത്രം പടയോട്ടം, മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ സൂപ്പർവൈസിംഗ് ഡയറക്ടറായി അതിൻ്റെ എല്ലാ അമൃത്തും പ്രവർത്തിച്ചിരുന്നതും ഈ മനുഷ്യൻ തന്നെയായിരുന്നു. ഈ മണ്ണിൽ പിറവിയെടുത്ത വേഷപ്പകർച്ചകളിലെല്ലാം അനശ്വരങ്ങളായ എന്തെല്ലാമോ ഓർമ്മിപ്പിച്ചുകൊണ്ട് 1986 അനശ്വര ഗാനങ്ങൾ എന്ന ചിത്രത്തോടെ ഉദയ അസ്തമനത്തിന്റെ ഷോട്ടുകൾ അണിഞ്ഞ് പ്രതീക്ഷയുടെ തിരുനാളങ്ങളെ അസ്തമിപ്പിച്ച് കലയുടെ മഹത്വം എന്തെന്നറിയാത്ത ചില മനുഷ്യ കോമരങ്ങൾ തകർത്തെറിഞ്ഞ ഇന്നലെയുടെ ചരിത്രത്തിലെ ചില ഓർമ്മകളെ മാത്രം ശേഷിപ്പിച്ച് ഉദയ ഈ മണ്ണിൽ നിരവധിയുടെ അഗാധങ്ങളിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നു. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ വിസ്മയിപ്പിച്ച അനുശ്വരന്മാരായ ഒരുപിടി കലാകാരന്മാരുടെ വേഷപ്പകർച്ചകളുടെ പകർനാട്ടങ്ങളെല്ലാം ഈ മണ്ണിൻ്റെ വൈഭവങ്ങളായിരുന്നു. ഒരു ചെറു നൊമ്പരത്തോടെ അല്ലാതെ ഉദയ എന്ന ഈ ചരിത്രത്തെ ഓർക്കുവാൻ കഴിയില്ല. ഇന്നലകളിലെ ഓർമ്മകളുടെ വസന്തമായിരുന്നു ഉദയ. ഇന്നിൻ്റെ നൊമ്പരവും